ദിക്ർ കള്ളന്മാരും ചെല്ലും. പുറത്ത് പറയണ്ട, പുറത്ത് പറയണ്ട, പുറത്ത് പറയണ്ട. ഇന്നെ പൊളിച്ചിക്കണമെങ്കിൽ എനിക്ക് തോന്നിയത് പറഞ്ഞു. കള്ളന്മാരും ചെല്ലും, ദിക്ർ ചെല്ലും, സലാത്ത് ചെല്ലും. കള്ളന്മാര് എന്തേ? കള്ളന്മാര് സലാത്തിലില്ലേ? എന്തേ? വോട്ട് കാണും മാതിയാല്. എന്തേ? കള്ളന്മാര് സലാത്തിലില്ലേ? പറയും മനുഷ്യന്മാര്. സലാത്ത് മജ്‌ലിസ് ഉണ്ടാക്കല്ലേ? എന്തെങ്ങൾക്കൊരു ഒരു എന്തേ? അള്ളാഹു കാക്കട്ടെ. സലാത്തുണ്ടാക്കും, ഫിത്തിനുണ്ടാക്കും. എന്തേ? പറയും മനുഷ്യന്മാർ. ചിന്തിക്കുക. അതൊന്നുമല്ല. അല്ലാഹുവിന്റെ ഹബീബ് സമൂഹത്തിൽ പരക്കെ വിതരണം ചെയ്തത് ശരീഅത്താണ്, ത്വരീഖത്തല്ല. ശരീഅത്തിനേക്കാളും ത്വരീഖത്തിനെ മുന്തിക്കാൻ പാടില്ല. അടിസ്ഥാനം എന്നത് ശരീഅത്താണ്. ശരീഅത്താണ് ദീന്. ത്വരീഖത്ത് കിട്ടിയാലായി, കിട്ടിയില്ലെങ്കിൽ ത്വരീഖത്ത് കിട്ടിയില്ലെങ്കിൽ വരമൂണ്. ത്വരീഖത്തില്ലെങ്കിൽ ഇസ്ലാം എന്ന് പുറത്തു എന്നൊക്കെ പറഞ്ഞ പമ്പര വിഡ്ഢികളുണ്ട്. അവരൊക്കെ പിഴച്ച കള്ളവാദികൾ മാത്രമാണ്. അടിസ്ഥാനം ശരീഅത്താണ്. ത്വരീഖത്ത് കിട്ടിയാൽ എന്ത്, കിട്ടിയില്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ത്വരീഖത്തുകാരുണ്ട്. അക്കൂട്ടത്തിൽ ഞാനില്ല. എനിക്ക് അടിസ്ഥാനം ശരീഅത്താണ്. ത്വരീഖത്ത് ഉണ്ടായാൽ അൽഹംദുലില്ലാ, അതൊരു പപ്പടം പോലെയാണ്. ചോറ്റയ്ക്ക് പപ്പടം കൂടി കിട്ടിയാൽ നല്ലതാണ്. നല്ല പപ്പടം ഉഴുന്ന് പപ്പടമാണ്, പൊറാട്ട പപ്പടാകരുത്. ത്വരീഖത്തുകൾ പപ്പടം മാത്രമാണ്. അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളോട് ഞാൻ പറയാണ്. നല്ലതല്ലേ? നല്ലതാണ്. പക്ഷെ ആദ്യം ഒപ്പിക്കണം, എന്തുറപ്പിക്കണം? ശരീഅത്തുറപ്പിക്കണം. ശരീഅത്താണ് ദീന്. തെറ്റ് ചെയ്തു എവിടെ പോണ്ട്? മദീൻ തേങ്ങായി പോണ്ട്. അവിടെ തേങ്ങായി കയറുണ്ട്. മക്കത്തുള്ളത് കല്ലും മണ്ണുമാണ്. മദീനത്തെ ഒരാളുണ്ട്. നിങ്ങൾ ഒന്നും കൂടി ഞാൻ പുറത്താക്കി കളി. എളുപ്പം കിട്ടാണ് ഓനെതിരെ ഒന്നുകൂടിയും ലോക്കാക്കാൻ. നിങ്ങളെ ലോക്കൊക്കെ എനിക്ക് വേരുള്ളിൻ്റെ വിലയുള്ളൂ. ഈ മറ്റേ വേലി പടർപ്പിലൊക്കെ ഉള്ള വള്ളി ഉണ്ടല്ലോ, അത്ര ഞാൻ അതിന് വിലക്കുള്ളൂ. ദീനതാണ്. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. അതിൻ്റെ അർത്ഥം ത്വരീഖത്തിൽ നല്ലവരല്ല എന്നൊന്നുമല്ല. അങ്ങനെ ഒന്നും തെറ്റായി മനസ്സിലാക്കരുത്. ജനങ്ങൾക്ക് എപ്പോഴും അവലംബിക്കാവുന്ന സാധനം ശരീഅത്താണ്. അത് അസ്ലാം. അതനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. വഞ്ചിതരാകണ്ട. നിന്റെ ക്ലാസ്സിൽ വന്നിട്ട് ഒരാൾ ത്വരീഖ് തരണാവില്ല. എന്നാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങളാണ് നീ തീരുമാനിക്കേണ്ടത്. ഒരു നിർബന്ധമില്ല. ബാക്കി അടുത്ത ക്ലാസ് അല്ലാഹു തആല നല്ലത് പറയാനും മനസ്സിലാക്കാനും നമുക്ക് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. റിസാലത്ത് കൊണ്ട് വന്നതാണ്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹു. റസൂലുള്ളാഹി ചെയ്തത് ചെയ്യണം. നബി നിസ്കരിച്ച് നമ്മൾ നിസ്കരിക്കണം. അതിന് ന്യായങ്ങളില്ല. നിസ്കരിക്കാത്ത ത്വരീഖത്തില്ല. അത് കള്ളത്തരാണ്. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ശരീഅത്ത് കൊണ്ടാണ് മുസ്തഫ നബി വന്നത്. ഒരു വ്യക്തി നിസ്കരിക്കാതിരിക്കാം, ആ വ്യക്തിക്ക് അതിന് കാരണം ഉണ്ടാവാം. നമ്മൾ നോക്കണ്ട. പക്ഷെ ഒരു ത്വരീഖത്തുകാര് നിസ്കരിക്കൂല എന്നറിയും ചില ആളുകൾ. അത് ത്വരീഖത്തല്ല, അത് കള്ള ത്വരീഖത്താണ്, അത് കള്ളത്തരാണ്. അത് ത്വരീഖത്തല്ല, അതിൽ ചേരണ്ട. ദീനിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അതെന്താണ്? ത്വരീഖത്തല്ല. എന്താണ്? പറക്കേട് പറഞ്ഞാലാണ് ശരീഅത്താണ്. ദീനിന്റെ അടിസ്ഥാനം ശരീഅത്താണ്. ശരീഅത്ത് വിട്ടു ചെയ്യാൻ പാടില്ല. പോകരുത്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവസാനിപ്പിക്കാണ്. അങ്ങനത്തെ ഹക്കായ മാർഗം ഒരാൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ശരീഅത്തുമ പിടിച്ചോ. ശരീഅത്ത് വ്യക്തമാണ്, എല്ലാ കിതാബിലും ഉണ്ട്. അതനുസരിച്ച് ജീവിച്ചാലും സ്വർഗം കിട്ടും. ത്വരീഖത്ത് വാജിബില്ല, ശരീഅത്ത് വാജിബാണ്. ശരീഅത്ത് കിട്ടുകയും പിടിച്ചാൽ മതി, ത്വരീഖത്ത് കിട്ടുകയും പിടിച്ചാൽ മതി. അല്ല, അത് അവർക്ക് വാജിബായിക്കോട്ടെ. അല്ല, സാധാരണ ജനങ്ങൾ എന്താ ചെയ്യുക? സാധാരണ ജനങ്ങൾക്ക് ദുഹാ മൂടി. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ദുഹാന്റെ കാലാണ്ട്. എന്താണ് ശരി, എന്താണ് തെറ്റെന്ന് മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് കഴിയൂല. അപ്പം അല്ല, ഞാൻ പറഞ്ഞ ഒറ്റ വാക്ക്. ഇന്നത്തെ ഒരവസ്ഥയിൽ ഇന്ന് സാധാരണക്കാർക്ക് ശരിയും തെറ്റും മനസ്സിലാക്കാൻ കഴിയൂല. ഭൂരിപക്ഷവും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നന്മയെ ചേർന്നോ. ഇല്ലെങ്കിൽ നിനക്ക് ഫത്തുൽ മീൻ തുറന്നു വെച്ചാൽ അതിലെന്തുണ്ട്? ശരീഅത്തുണ്ട്. അതേതായാലും പേക്കൂല. ഷെയ്ഖിനെ പിടിക്ക, ഷെയ്ഖ് കള്ളനാകരുത്. എനിക്ക് കള്ളനെ നല്ലോനി മനസ്സിലാക്കാൻ ഭയങ്കര പ്രയാസമാണ്.
മനസ്സിലാകാൻ പ്രയാസാണ്. എന്റെ ഒപ്പം അത് നിന്റെ പത്തുൽ മോനിന് നേരെ എതിരും ആര് ചെയ്യാം? അവരെ ശരിയാത്ത് ചിലപ്പോൾ വേറെ ഇരിക്കും. അതാ ശരിയാത്ത്. ഞങ്ങൾ സൂര്യനെ മാറ്റി ഔലിയാക്കന്മാർക്ക് വേണ്ടി മാറ്റി നടത്തിയ പഠിച്ചോ എന്റെ വേറെ ശരിയാത്തിന് കൊടുത്തൂടെ? നിന്റെ വയ്യോ അവരെ വയ്യോ രണ്ടായിരിക്കടോ. പഠിച്ചോ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശേഖനെ തേടിക്കോ, നന്നായിക്കോ. അമ്പിയാക്കന്മാരുടെ ഖലീഫമാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, അവരെ കണ്ടെത്തിക്കോ. ഇതൊക്കെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടെത്തിയില്ലെങ്കിൽ നമുക്ക് നഷ്ടം. ദുനിയാവും ആഖിറും നമ്മൾ എന്താവും? നെത്തിന് നാറ്റമായിരിക്കും. നമ്മൾ അവന്റെ ബോഡി ഒരു ജീവത്തായിരിക്കും. അള്ളാഹു ഒരു ശവം ഏറ്റിക്കൊണ്ടുപോകാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. നന്നായാൽ ഏറ്റിനോർക്കും സമാധാനം ഉണ്ടാവും. നല്ല മനുഷ്യനത് ഏറ്റിയാലോ. അതിന്റെ താഴെ പറയാണ്, ഈ പോക്ക് എല്ലാവർക്കും നിർബന്ധമാണ്. അതിന് എത്ര താബ് സഹിച്ചാലും വേണ്ടില്ല, എത്ര അധ്വാനം സഹിച്ചാലും പോകണം. എന്തുകൊണ്ട്? അബൂ യസീദ് തങ്ങളുടെ വാക്കിലുണ്ട്, മൻ ഒരാൾ ലം യകുൻ ലഹു ശൈഖുൻ, അവൻ ആരില്ല, ശൈഖില്ല എങ്കിൽ ഫശൈഖുഹു അശ്ശൈത്വാൻ, അവന്റെ ശൈഖാരാണ്, ശൈത്വാനാണ്. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ എന്ന് അബൂ യസീദ് പറഞ്ഞിട്ടുണ്ട്. അത് തള്ളാൻ പറ്റുമോ? അപ്പൊ അവരവർ എന്ത് ചെയ്യണം? ഈ ശൈഖിനെ കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പോ ആയുസ് തീർന്നു, ചിലപ്പോ കിട്ടിയില്ല, എന്നാലും അന്വേഷിച്ചല്ലോ ചെയ്യും. അപ്പൊ നിന്റെ മേൽ അള്ളാഹ്ക്ക് പൊരുത്തണ്ടം. എന്തുകൊണ്ട്? അള്ളാഹു വെച്ച ഒരാളെ നീ അന്നെ തേടിയല്ലോ. പറയാം, അങ്ങനത്തെ ഒരു ബാധ്യത അല്ലേ? കുട്ടികൾ പട്ടിണി കിടക്കുമ്പോൾ ഒരു പണി കിട്ടണ്ടോ നോക്കലും ബാപ്പാക്ക് ബാധ്യത ഉണ്ടോ? അല്ലേ? ബാപ്പയും കുട്ടികളും ഒന്നിച്ച് പട്ടിണി കിടക്കാനല്ലേ വേണ്ട? പണി കിട്ടൽ നോക്കൽ ബാപ്പാക്ക് ബാധ്യത അതുപോലെയാണ് ഈ ബാധ്യത. എന്ത്? നിന്റെ ശൈഖിനെ കണ്ടെത്തൽ നിനക്ക് ബാധ്യതയാണ്. അതിപ്പോൾ ആർക്കോട് തിരിയൂല. കണ്ടെത്തണം. എൻ്റെ ആയുസ് പോയാൽ മതില്ല, കണ്ടെത്തണം. നീ ആയുസ് മുഴുവനും പോയിട്ട് എനിക്ക് കണ്ടെത്തിയില്ലേ, അള്ളാഹു നിന്റെ തൊട്ട് റാളിയായിരിക്കും. കാരണം ഇത് ഈ തഅലീമുൽ ഖുർആനിൽ നിന്ന് കണ്ടെത്താതിരിക്കാനും ചിലപ്പോൾ ആലിമിന് അവസരം അങ്ങനെയും ആയേക്കാം എന്നതിനാണ് ഇവിടെ അള്ളാഹു ഇവിടെ ഇവർക്ക് തമ്മിൽ കണ്ടെത്തൽ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. ഏതോ മഖബറയിൽ 4 വട്ടം പോയി ദുആ ചെയ്ത് പോരുന്നു എന്നാണ് ഇവിടെ മലപ്പുറത്തും കോഴിക്കോട്ടും ഒക്കെ ഉള്ള ചില ഔലിയാക്കന്മാരെ കറാമത്ത്. ഓലിങ്ങനെ ഇടക്കിടക്ക് എവിടെയെങ്കിലും മഖബറയിൽ പോയി സിയാറത്ത് ചെയ്യുന്ന മഹാന്മാരാണ് എന്നതാണ് ഈ കോഴിക്കോട്ടും പരിസരത്തൊക്കെ ഉള്ള ചില കോഴിക്കോട്ടെ ജില്ലയിലുള്ള പല മഹാന്മാരുടെയും മഹാഖോജമാരുടെയും കറാമത്ത്. പറയണ്ട, നിങ്ങൾ പറയിപ്പിക്കേണ്ട, നിങ്ങൾ ഏർപ്പാട് നിങ്ങൾക്ക് നിർത്തുന്ന നല്ലത്. മനുഷ്യന്മാരെ കുരങ്ങാക്കരുത്. ഈ പരിപാടിയൊക്കെ നിർത്തണം. മനുഷ്യന്മാർക്ക് എനിക്ക് കഴിയാത്ത കാര്യം കഴിയൂല എന്ന് പറയണം. എന്തിനായി മനുഷ്യനെ കുരങ്ങൽപ്പിക്കേണ്ട ആവശ്യം? ഇൽമില്ലാത്ത ആളുകൾ, അക്ഷരജ്ഞാനമില്ലാത്ത ആളുകൾ, ഒരു ഏർപ്പാടില്ലാത്ത ആളുകളാണ്ട് ഔലിയാപ്പാവുക. പിറ്റേന്ന് അവന് പിറുപുറു 4 ദിവസം അവൻ്റെ അജ്മീർ പോവുക. 5-ാമത്തെ ദിവസം അവൻ താടിയും വെച്ചിട്ട് പുറു നിറഞ്ഞിട്ട് വരിക. അവൻ അലിപ്പറിയോ ബാ അറിയോ ഒന്നും അറിയില്ല. ഈ ജാതി കുറച്ച് കച്ചവട ഔലിയാക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടു കെട്ടേണ്ടതാ. ഇത് തമാശയല്ല പറഞ്ഞത്. ഏത് ഔലിയാണിവൻ? എവിടുത്തെ ഔലിയാണിവൻ? ഇതൊക്കെ ആലിമീങ്ങൾ നല്ല പോലെ ശക്തമായി പറയണം. ആരിതിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഇവരെ കയ്യിൽ ഔലിയില്ല, ശർക്കരയില്ല, ഒന്നുമില്ല. ഇവർ ഔലിയല്ല, ഇവർ ശർക്കര പാപ്പയല്ല, ഇവർ ഔലിയ പാപ്പയല്ല, ഇവരൊരു പാപ്പയല്ല. ഇവരോരെ വീട്ടിലെ പാപ്പയാണ്. അവർക്ക് ഇങ്ങനെ വലിയ വലിയ വീട് കയറ്റണം, ലക്ഷക്കണക്കായ ബിസിനസ്സുകൾ നടത്തണം, ഉള്ള വീട് കുത്തിപ്പൊളിച്ചിട്ട് വീട് കയറ്റണം. ഒരു പെണ്ണ് മടിയാതെ വരുമ്പോ അടുത്ത പെണ്ണിനെ കല്യാണം കഴിക്കണം. നാട്ടിലെ കമ്പനിയിൽ മുഴുവനും അവർക്ക് അക്കൗണ്ട് തുടങ്ങണം. ഇതിനുള്ള ഏർപ്പാടാ. എന്നിട്ട് ഇതൊക്കെ വരവ് ചെയ്യാണ്. എല്ലാം വരവ് ചെയ്യുന്നത് സുന്നത്തി ജമാഅത്തിന്റെ അക്കൗണ്ടിലേക്കാണ്.